പ്രിയപ്പെട്ടവരെ, ഇറാനും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ പരസ്പരം അംഗീകരിച്ച ധാരണാപത്രം എന്താണ് അതിന്റെ ഉള്ളടക്കം, ആർക്കാണ് അതിൽ വിജയം ഉണ്ടായിരിക്കുന്നത്? അതുപോലെ തന്നെ ഇത് ധാരണാപത്രവും വെടിനിർത്തൽ കരാറും ഒന്നാണോ? ഈ കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ധാരണാപത്രത്തിലേക്ക്, ഇതൊരു വെടിനിർത്തൽ കരാറല്ല, ഇതിന് നിയമപരമായി നിലനിൽപ്പുകളൊന്നുമില്ല. അതായത് ഇതിൽ നിന്ന് ആരെങ്കിലും ഈ വെടിനിർത്തൽ ലംഘിച്ചതിന്റെ പേരിൽ നിയമപരമായ നടപടികളിലേക്ക് പോകാൻ കഴിയില്ല. ഇതൊരു യഥാർത്ഥത്തിലുള്ള വെടിനിർത്തൽ കരാറല്ല, ഇതൊരു ധാരണാപത്രം മാത്രമാണ്. എന്തുകൊണ്ടാണ് വെടിനിർത്തൽ കരാറിലേക്ക് പോകാതെ ഇത്തരത്തിലുള്ള ഒരു ധാരണാപത്രത്തിലേക്ക് പോയത്? ഞാനൊരു ചെറിയ ഉദാഹരണം പറയുകയാണ്. രണ്ടാളുകൾ തമ്മിൽ വലിയ തർക്കത്തിലാണ്, ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നാമന്റെ വീടിന്റെ ചാവി രണ്ടാമത്തെ ആളുടെ കയ്യിലാണ്. എന്നാൽ രണ്ടാമത്തെ ആളുടെ സ്വത്ത് നിലനിൽക്കുന്നത് ഒന്നാമത്തെ വ്യക്തിയുടെ കയ്യിലുമാണ്. എന്നാൽ ഈ രണ്ടുപേർക്കും പരസ്പരം വിശ്വസിക്കാൻ കഴിയില്ല. എന്നാൽ ഈ രണ്ടുപേർക്കും പരസ്പരം വിശ്വാസമില്ല. അതുകൊണ്ട് ഒന്നാമൻ പറയുന്നു, എന്റെ ചാവി തരൂ, എന്നാൽ ഞാൻ നിങ്ങളുടെ സ്വത്ത് തിരിച്ചു തരാം. രണ്ടാമൻ പറയുന്നു, ഞങ്ങളുടെ സ്വത്ത് തിരിച്ചു തരൂ, എന്നാൽ ചാവി തിരിച്ചു തരാമെന്ന്. ഇതുപോലെയാണ് ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ധാരണാപത്രത്തിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇറാനെ ചതിച്ചു കളയും. ലിബിയയിലും മറ്റുമൊക്കെ സംഭവിച്ചതുപോലെ. അതുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോകാൻ ഇറാൻ തയ്യാറല്ല. എന്നാൽ അമേരിക്കയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും രീതിയിൽ അവരുന്നയിക്കുന്ന കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുത്താൽ, ഹോർമുസ് കടലിടുക്കിൽ അവർക്ക് സർവീസ് ഫീ ഏർപ്പെടുത്താൻ, അതുപോലെ അവരുടെ ഫ്രീസ് ചെയ്ത 24 അല്ലെങ്കിൽ 30ഓളം ബില്യൺ ഡോളർ ഇത് തിരിച്ചു നൽകിയാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ഏറ്റെടുക്കാതെ പോകുമോ എന്ന കാര്യത്തിൽ അമേരിക്കക്കും വിശ്വാസമില്ല. അതുകൊണ്ട് ഒരു ധാരണാപത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇരു വിഭാഗവും. 60 ദിവസത്തിനിടയിൽ ഈ ഒരു ധാരണാപത്രം, അതിൽ നിന്ന് അവർ അംഗീകരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നീടായിരിക്കും ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോവുക. ഈ ഒരു ധാരണാപത്രത്തിന്റെ പ്രസക്തി, ഏതെങ്കിലും ഒരു വിഭാഗം വെടിനിർത്തൽ ഈ ധാരണാപത്രം ലംഘിച്ചു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ തിരിച്ചടിക്കാനുള്ള, ആ കരാറിൽ നിന്ന് പുറത്തു പോകാൻ രണ്ടാമത്തെ കക്ഷിക്ക് നിയമപരമായ യാതൊരു തടസ്സവുമില്ലാതെ സാധിക്കും. ഇവിടെ ഈ ഒരു കരാറിൽ ഇറാൻ ഒപ്പുവെച്ചു എന്നതുകൊണ്ട് ഇറാന്റെ പേരിൽ നിയമപരമായി യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധികളും ഉണ്ടാകുന്നില്ല. അമേരിക്കക്കും പ്രതിസന്ധിയില്ല. അതേസമയം രണ്ടുപേർക്കും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തലയുരണം, സമാധാനത്തിലേക്ക് എത്തുകയും വേണം. അതിനുവേണ്ടിയാണ് ഈ ധാരണാപത്രം നിലനിൽക്കുന്നത്. അതേസമയം ഈ ധാരണാപത്രത്തിന്റെ ഉള്ളടക്കം എന്താണ്? രണ്ട് വിഭാഗവും അംഗീകരിച്ച കാര്യമാണ് ഇത് പുറത്തുവിടാൻ പാടില്ല എന്നത്. യഥാർത്ഥത്തിൽ ട്രംപ് പല കാര്യങ്ങളും വിളിച്ചു പറയുന്ന വ്യക്തിയാണ്. പക്ഷെ ഈ കാര്യങ്ങൾ ട്രംപും പുറത്തു പറയുന്നില്ല. കാരണം ആ ധാരണാപത്രം രഹസ്യമായിരിക്കണമെന്ന് രണ്ട് വിഭാഗവും അംഗീകരിക്കുന്നു. സമയം ഇറാന്റെ ഭാഗത്തുനിന്നും, ഇറാന്റെ മഹർ എന്നറിയപ്പെടുന്ന വാർത്താ ഏജൻസി പുറത്തുവിട്ടത് പ്രകാരം, അതുപോലെ അമേരിക്കയുടെ ഭാഗത്തുനിന്നും ചില കാര്യങ്ങളെല്ലാം ചോർന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചോരുന്നത് എന്നത് വ്യക്തമല്ല. എന്തായാലും ഇത് 60 ദിവസമായിരിക്കും ഈ ധാരണാപത്രത്തിന്റെ കാലാവധി എന്നത് രണ്ട് വിഭാഗവും ഒരുമിച്ച് അംഗീകരിക്കുന്നു. എന്നാൽ ഇറാന്റെ മഹർ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം 30 ദിവസത്തിനകം അമേരിക്ക ഈ ഇറാന്റെ പരിസരങ്ങളിൽ നിന്നെല്ലാം അവരുടെ സൈനിക സംവിധാനങ്ങൾ പിൻവലിക്കുന്നു. അങ്ങനെ പിൻവലിക്കുന്ന ഘട്ടത്തിൽ ഈ ഒരു 30 ദിവസത്തിനിടയിൽ ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ബ്ലോക്ക് അത് ഒഴിവാക്കുന്നു. കപ്പലുകളുടെ നീക്കം സുഗമമാക്കാൻ ഇറാൻ നടപടികൾ സ്വീകരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അതോടുകൂടെ അമേരിക്ക അവരുടെ ഫ്രീസ് ചെയ്ത 24 അല്ലെങ്കിൽ 30 ബില്യൺ ഡോളർ ഇറാന് തിരിച്ചു നൽകുന്നു. എന്നാൽ ഇത് പുറത്തു വരുമ്പോൾ അമേരിക്ക ഇതിലെ ചില കാര്യങ്ങൾ നിഷേധിക്കുന്നു, തള്ളിക്കളയുന്നു. ട്രംപ് പറഞ്ഞു, ഒരു മാസമല്ല, അടുത്ത വെള്ളിയാഴ്ച തന്നെ ഹോർമുസ് കടലിടുക്ക് തുറക്കേണ്ടതുണ്ട് എന്നാണ്. അത് തുറക്കാതെ ഇറാന് മേലുള്ള ഉപരോധം പിൻവലിക്കാൻ കഴിയില്ല എന്ന് ട്രംപ് പറയുന്നു. അതുപോലെ തന്നെ ഇറാൻ ഒരു കരാറിലേക്ക് എത്താതെ ഫ്രീസ് ചെയ്ത, അല്ലെങ്കിൽ ഇറാന് ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യവും ഞങ്ങൾ തിരിച്ചു നൽകുകയില്ല എന്ന് അമേരിക്കയുടെ ഭാഗത്തുള്ള ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് വ്യക്തമായി ഈ കരാറിന്റെ ഉള്ളടക്കം എന്താണ് എന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അതേസമയം ഈ വെടിനിർത്തൽ കരാറിൽ ലെബനാനും ഉൾക്കൊള്ളുന്നു എന്നത് ഇറാനും അംഗീകരിക്കുന്നു, അമേരിക്കയും അംഗീകരിക്കുന്നു. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ വെട്ടിലാകുന്നത്. എന്തായിരുന്നാലും ഇരു വിഭാഗത്തിനും, അമേരിക്കക്കും ഇറാനും ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കേണ്ടതുണ്ട്. കാരണം അവസാനം നടന്ന തിരിച്ചടി
അമേരിക്ക ആക്രമിച്ചു. അതിന് ഇറാൻ നൽകിയ തിരിച്ചടി അക്ഷരാർത്ഥത്തിൽ ട്രംപിനെ പോലും ഞെട്ടിച്ചിട്ടുണ്ട്. ഏറ്റവും ചെറിയ ഒരു തിരിച്ചടിയിൽ തന്നെ അമേരിക്ക വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കി വെച്ച പലതും തകർത്തിരിക്കുകയാണ് ഇറാൻ. മാത്രമല്ല, ഈ ആക്രമണത്തിൽ തന്നെ അമേരിക്കയുടെ വലിയ പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങൾ തകർന്നു എന്ന് വാർത്ത വരുന്നു. അതുകൊണ്ട് ഇറാന്റെ തിരിച്ചടി ഉണ്ടായാൽ അമേരിക്കക്ക് അത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും ഈ യുദ്ധവുമായി മുന്നോട്ട് പോയാൽ എന്ന് ട്രംപ് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വാർ മിനിസ്റ്റർ അടക്കമുള്ള ഈ കരാർ ധാരണാപത്രത്തിന് എതിര് നിൽക്കുന്ന പല ആളുകളെയും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന വാർത്തയും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേൽ പത്രമാണ്. അങ്ങനെ വാർ മിനിസ്റ്റർ അടക്കം ഇതിനോട് എതിര് നിൽക്കുന്നു എന്നതിനർത്ഥം അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ നേടിയിട്ടില്ല, ഇതിൽ ഇറാന് വിജയമുണ്ട് എന്നാണ്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചിന്തിക്കുന്നത് ഈ യുദ്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തല ഉയരണമെന്നാണ്. അതിന് ഇറാൻ പറയുന്ന പല കാര്യങ്ങളും അംഗീകരിച്ചു കൊടുത്തേ മതിയാകൂ. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഭീഷണികൾക്ക് വഴങ്ങുകയില്ല എന്ന കാര്യം ട്രംപ് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്.